അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു ബട്ടർ സ്കോച്ച് കേക്കിൻ്റെ ഓർഡർ വന്നിട്ടോ. അപ്പോൾ പനിയൊക്കെ മാറി ജലദോഷം തലവേദന എന്തൊക്കെയോ ആയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ ഓർഡർ. അപ്പോൾ പെട്ടെന്നൊരു സാഫ്രോണി ചായ ഒക്കെ ഉണ്ടാക്കിട്ടോ. ഒരു കാരമലൈസ് ചെയ്ത ഷുഗറും പിന്നെ സാഫ്രോണും ഒക്കെ യൂസ് ചെയ്തിട്ടുള്ളൊരു ചായയാണ്. അപ്പം പാലിലേക്ക് കുറച്ച് സാഫ്രോൺ ഇട്ടെടുത്ത് ഷുഗർ ഒന്ന് കാരമലൈസ് ചെയ്ത് അതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് അതിലേക്ക് ഒത്തിരി സാഫ്രോൺ ഇട്ടെടുത്തു. സാഫ്രോൺ ഇവിടെ അനിയത്തി ഗർഭിണി ആയതുകൊണ്ട് കുറച്ച് സാഫ്രോൺ ഉണ്ടായി. അപ്പം നമുക്കൊന്ന് കുടിച്ച് നോക്കണമല്ലോ. അപ്പോൾ പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് സ്പൈസസാണ്. അപ്പോൾ ഏലക്കായും പട്ടയും പൂവും ഒക്കെ എടുത്തിട്ടുണ്ട്. ഒന്ന് പൊട്ടിച്ചിട്ട് പിന്നെ ഒരു ബേ ലീഫ് പിന്നെ കുറച്ച് ചുക്കുപൊടി ഒക്കെ ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ സാഫ്രോൺ ഇട്ട മിൽക്കൊക്കെ നല്ല യെല്ലോ കളറായി വന്ന് അത് രണ്ടും കൂടെ ഒന്ന് തിളപ്പിച്ചാൽ നമ്മൾ ചായ റെഡിയായി. സംഭവം പ്രത്യേകിച്ച് വലിയ സംഭവം ടേസ്റ്റ് എന്ന് പറയാനില്ല. നല്ലൊരു മസാല ചായൻ്റെ ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ചായ കുടിച്ചൊന്ന് റിഫ്രഷ് ആയിട്ട് ഞാൻ അങ്ങോട്ട് കേക്ക് ഉണ്ടാക്കാൻ ഇറങ്ങുകയാണ്. അപ്പോൾ ഇത് തന്നെ മീഷോന്ന് വാങ്ങിയ ഒരു എഗ് ഹോൾഡറാണ് കേട്ടോ. ഇതുണ്ടായാൽ നമുക്ക് ഫ്രിഡ്ജിൽ എഗ്ഗ് വെക്കും വേണ്ട. പെട്ടെന്ന് ഓർഡേഴ്സൊക്കെ വരുമ്പോൾ എഗ്ഗ് തണുപ്പ് പോകാൻ നിൽക്കണം. ക്രീം ഇതൊക്കെ എല്ലാം തന്നെ നമുക്ക് തണുപ്പ് പോകാൻ വെയിറ്റ് ചെയ്യണം. അപ്പോൾ എഗ്ഗ് തണുപ്പ് പോകാൻ വെയിറ്റ് ചെയ്യാതെ കഴിയും. ഇതിലൊരു 10-15 എഗ്ഗ് കൊള്ളുന്നുമുണ്ട്. 1 by 1 അങ്ങനെ ഫ്ലോ ആയിട്ട് വരും കേട്ടോ. അപ്പോൾ നമ്മൾ ബാറ്ററൊക്കെ റെഡിയാക്കി ബേക്ക് ചെയ്യാൻ വെച്ച ശേഷം കുറച്ച് നട്ട്സ് ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ ആ നട്ട്സ് ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ ആദ്യം. പിന്നെ കാരമലൈസ് ചെയ്ത ശേഷം നമ്മൾ അതുപോലെ തന്നെ നമുക്ക് ബട്ടർ സ്കോച്ച് സോസ് ഉണ്ടാക്കണമല്ലോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്തത് വിപ്പിംഗ് ക്രീമാണ്. അപ്പോൾ തണുപ്പില്ലാത്ത വിപ്പിംഗ് ക്രീം കാരമൽ ചെയ്ത ഷുഗറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ച ശേഷം ബട്ടർ ഇട്ട് കൊടുക്കും. ഞാൻ ആദ്യം ബട്ടറായിരുന്നു ഇട്ട് കൊടുക്കാറുള്ളത്. അപ്പം ഷെഫ് പറഞ്ഞ് ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അതിന് ശേഷം ഇങ്ങനെയാണ് ചെയ്യുന്നത്. ബട്ടർ ഞാൻ വീട്ടിൽ തന്നെ ചെയ്തെടുത്തതായതുകൊണ്ട് ഉപ്പില്ലായിരുന്നില്ല. അപ്പോൾ എന്നുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും അതുപോലെ തണുത്ത് ഇങ്ങനെ സെറ്റായി വരും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, കുറച്ചും കൂടെ വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കുറച്ച് ലൂസാക്കി വെക്കും. പിന്നെ ടൈറ്റ് ആവില്ല. ആ പാത്രത്തിൽ തന്നെ നമുക്ക് ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കണം. ഞാൻ സാധാ വനില സ്പഞ്ചാണ് ഇതിന് വേണ്ടിയിട്ട് എടുക്കാറുള്ളത്. അതിലേക്ക് ഞാൻ ബട്ടർ സ്കോച്ചിൻ്റെ സോസൊന്നും ഒഴിക്കാറില്ല. ബട്ടർ സ്കോച്ചിൻ്റെ ഈ ഒരു സിറപ്പിൽ ധാരാളം ഈ ഒരു ബട്ടർ സ്കോച്ച് സോസൊക്കെ ആഡ് ചെയ്തിട്ട് ആ ഒരു സിറപ്പ് വെച്ചിട്ടാണ് ഞാൻ അതിലേക്ക് ബട്ടർ സ്കോച്ചിൻ്റെ ടേസ്റ്റ് വരുത്തുന്നത്. ഞാൻ മാക്സിമം പുറത്തുനിന്ന് സാധനങ്ങൾ വാങ്ങിക്കാതെ ഹോം മെയ്ഡ് ആയിട്ട് തന്നെ ചെയ്യാനാണ് ശ്രദ്ധിക്കാറുള്ളത്. അപ്പോഴാണല്ലോ നമ്മൾ ഹോം മെയ്ഡ് ആണെന്ന് പറയുമ്പോൾ ഒരു പെർഫെക്ഷനേ ഉള്ളൂ. വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്നതൊക്കെ മാക്സിമം വീട്ടിൽ തന്നെ ചെയ്തെടുക്കാറാണ്. അപ്പോൾ ഇതുകൊണ്ട് ഇപ്പോൾ ഞാൻ കുറച്ചധികം തന്നെ ഫ്രഷ് വിപ്പിംഗ് ക്രീം അതിലേക്ക് ആക്കി വെച്ചതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇതിലേക്ക് പോർ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. മറ്റേത് ഭയങ്കര തിക്കായിട്ടായിരിക്കും നിൽക്കുക. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ചെയ്യാറുള്ളത് കേട്ടോ. ഒരു തവണ യൂസ് ചെയ്യാനുള്ള ബട്ടർ സ്കോച്ച് സോസേ അതേ ഉള്ളൂ. പുറത്ത് ഡെക്കറേഷന് വേണ്ടിയിട്ട് ബട്ടർ സ്കോച്ച് സോസ് ആവശ്യമുള്ളവർക്ക് ഇങ്ങനെ ചെയ്യാനും പറ്റില്ല കേട്ടോ. അപ്പോൾ ഞാൻ കാരമൽ ചെയ്ത് വെച്ചിട്ടുള്ള നട്ട്സൊക്കെ ഇട്ട് കൊടുത്തിട്ട് മേലെ ഇത്തിരി ചോക്ലേറ്റ് ഗണാഷും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ചോക്ലേറ്റ് ഗണാഷ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ശരിക്കും ഞാൻ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നതിന് പകരം കയ്യിൽ ഗണാഷ് ഉള്ളതുകൊണ്ട് ഗണാഷ് ആഡ് ചെയ്തേ ഉള്ളൂ. അപ്പോൾ സെക്കൻഡ് ലെയറും കഴിഞ്ഞ് തേർഡ് ലെയറിൻ്റെ മുകളിലേക്ക് ഇത്തിരി നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ബട്ടർ സ്കോച്ച് സോസ് ഒന്നാക്കി കൊടുത്തിട്ട് ഒന്ന് ക്രീം കോട്ട് ചെയ്ത് ഫ്രീസറിൽ വെക്കണം. അപ്പോൾ ഇതുവരെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എനിക്ക് ഞാൻ പറഞ്ഞ പനി മാറിയ ശേഷം എന്തോ ഒരു വിറയലൊക്കെ വരുന്നുണ്ട് കേട്ടോ കൈക്കൊക്കെ. അപ്പോൾ നമ്മൾ അരിഭക്ഷണമൊക്കെ കുറച്ച് ഷുഗറൊക്കെ കുറച്ച് നിൽക്കുന്ന സമയമായതുകൊണ്ടാണോ അറിയില്ല. ഫൈനൽ കോട്ട് കഴിഞ്ഞ് ഫ്രീസറിൽ വെച്ചപ്പോൾ നമ്മുടെ വിസ്ക് ഉണ്ടായിരുന്നു ഫ്രീസറിൽ, അത് ഇതിലേക്ക് വീണിട്ട് ഒന്നും കൂടെ വൃത്തികേടായി. വീണ്ടും ഇത് പണി തന്നെ എടുത്തിട്ടാണ് പിന്നെ ഒന്നും കൂടെ ഫ്രീസറിൽ വെച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഇതുപോലെ യെല്ലോ ഇത് വെച്ചിട്ട് ചെറിയ റോസ് പെറ്റൽസ് ആയിരുന്നു അവിടെ വെക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. ആയോന്ന് എനിക്കറിയില്ല. എനിക്ക് അത്രയ്ക്ക് കണ്ട് സാറ്റിസ്ഫാക്ടറി ആയിട്ടില്ലായിരുന്നു എൻ്റെ വർക്ക്. പിന്നെ ഈ ഒരു കളർ എടുക്കാനും വീണ്ടും ചെയ്യാനുള്ളൊരു വയ്യാത്തതുകൊണ്ട് ഞാൻ ചെയ്യാണ്ടിരുന്നതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് വരച്ച് വെച്ചപ്പോഴത്തേക്കും നമ്മളെ കൈയൊക്കെ നന്നായിട്ട് വരക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ഇനി ഭക്ഷണം കഴിക്കാനായിട്ടാണോ വിചാരിച്ചിട്ട് ഞാൻ ഒന്നൊരു എഗ്ഗ് സലാഡാണ് ചെയ്തത്. വെജിറ്റബിൾസും ബോയിൽഡ് എഗ്ഗും ഇത്തിരി ചെറുനാരങ്ങ നീരും ഉപ്പും കുരുമുളകും ഇട്ടിട്ട് അതും ഒരു ഫിഷ് ഫ്രൈയും ആണ് കഴിക്കുന്നത്. ഓൾറെഡി ഫുഡ് കഴിക്കുന്നത് കുറച്ചാണ്. അപ്പം സമയത്തിന് കഴിക്കും കൂടെ ചെയ്യായിട്ടായിരിക്കും കൈ വറക്കുന്നത് വിചാരിച്ചിട്ട് അത് ഭക്ഷണം കഴിച്ച ശേഷമാണ് ബാക്കി പണികളൊക്കെ കഴിച്ചത്. ബാക്കി പണികളൊക്കെ കഴിച്ച് ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ആൾ വന്ന് കൊണ്ടുപോവുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു 1 kg ബട്ടർ സ്കോച്ച് കേക്കിൻ്റെ വെയിറ്റ് വരുന്നത് ഇത്രയാണ്. നമ്മൾ എങ്ങനെ ചെയ്താലും കുറച്ച് വെയിറ്റ് കൂടാറുണ്ട്. ഒരുപാട് കൂടിയ സങ്കടമാവും, കുറച്ച് കൂടിയ സന്തോഷവുമാണ്. ഈ കേക്കിൻ്റെ ഫൈനലൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വിശേഷങ്ങൾ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.